NICT English Medium School, Kuttikad, Moothedam. Powered by LEAD, the world of smart learning. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. NICT English Medium School, Kuttikad, Moothedam. മൂത്തേടം മിനി സ്റ്റേഡിയം നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ഡിവൈഎഫ്ഐയുടെ ആരോപണം. കൽക്കുളത്തുള്ള പൊതുമൈതാനമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 22 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്നത്. ഇതിലാണ് ക്രമക്കേടുള്ളതായി ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ഗ്രൗണ്ടിന്റെ നവീകരണ പദ്ധതിയിൽ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും നിർമ്മിക്കാതെയും ഗ്രൗണ്ടിലെ മരങ്ങൾ സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുമതിയില്ലാതെയും ടെൻഡർ ചെയ്യാതെയും മുറിച്ചു മാറ്റിയതിലൂടെ പഞ്ചായത്തിന് ലഭിക്കേണ്ട പണം നഷ്ടപ്പെടുത്തുകയും ഇത് ഭരണക്കാരുടെ ഇഷ്ടക്കാർക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിന് സൗകര്യമൊരുക്കുകയും ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ളവ നശിച്ചു പോകുന്ന അവസ്ഥയിലുമാണ്. ഈ അഴിമതിക്ക് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തും മൂത്തേടം ഗ്രാമപഞ്ചായത്തും കൂട്ടുനിൽക്കുകയാണെന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് JM ഷബീബ് ആരോപിച്ചു. മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ മൂത്തേടം മിനി സ്റ്റേഡിയം കൽക്കുളം 3-ാം വാർഡിലെ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 22 ലക്ഷത്തോളം വരുന്ന ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർത്തും അഴിമതി നിറഞ്ഞൊരു പ്രവൃത്തിയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകുന്ന രൂപത്തിലാണ് നമുക്ക് ആർക്ക് വന്നാലും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. 22 ലക്ഷം രൂപയുടെ ഒരു പണി നടന്നതായിട്ടുള്ള ഒരു സൂചന പോലും ലഭിക്കാത്ത രൂപത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ സാധാരണക്കാരിലെ കുട്ടികളടക്കം ആളുകൾ കൽക്കുളത്തെ എല്ലാ ആളുകളും സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവർക്ക് കളിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഈ ഗ്രൗണ്ട് നിലവിലുള്ളത്. ഇതിനു മുമ്പ് ആദ്യം 8 ലക്ഷം രൂപയുടെ പദ്ധതി നടത്തി. ആ പദ്ധതി നടത്തിയപ്പോൾ തന്നെ അതിലെല്ലാം അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വലിയൊരു പ്രക്ഷോഭം നടത്തിയതിന്റെ ഭാഗമായി വീണ്ടും ഇതിലേക്ക് ഫണ്ട് ഇട്ട് നിലവിലുള്ള പദ്ധതിക്കാരെ കൊണ്ട് എടുത്ത പണി പൂർത്തീകരിക്കാതെ പുതുതായിട്ട് ഫണ്ട് 14 ലക്ഷത്തോളം അനുവദിച്ചു. അതിലും തീർത്തും അഴിമതി നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെ ഈ പഞ്ചായത്ത് സ്റ്റേഡിയത്തിനകത്തുണ്ടായിരുന്ന മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങൾ സോഷ്യൽ ഫോറസ്റ്റിന്റെ അനുമതി ഇല്ലാണ്ട് മുറിക്കാൻ പറ്റില്ല എന്നിരിക്കെ ലേലം വിളിച്ചിട്ട് വിൽക്കാനും അതുപോലെ മുറിക്കാനും പാടുള്ളൂ എന്നിരിക്കെ അതൊന്നും ആ ഒരു നിയമ വിഷയങ്ങളൊന്നും അല്ലെങ്കിൽ അതിന്റെ നടപടികളൊന്നും പൂർത്തീകരിക്കാതെ മരം മുറിച്ചു. ആ മരം പലരും കുറച്ചു ഭാഗം ഈ കോൺട്രാക്ട് അടക്കമുള്ള ആൾക്കാരേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ബാക്കിയുള്ള മരങ്ങൾ ഈ സൈഡിൽ തന്നെ അത് പഞ്ചായത്തിലേക്ക് വരുമാനമായിട്ട് വരേണ്ട തുക ചെതലരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോ ഇവിടെ കാണുന്നത് ഇതിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇതിന്റെ 4 ഭാഗവും കെട്ടി കരിങ്കല്ല് കൊണ്ട് കെട്ടി അത് കളിക്കാർക്ക് കൃത്യമായിട്ട് കളിക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ട് അതിന്റെ ഔട്ട്ലൈൻ അടക്കം ക്ലിയറാക്കി നല്ല രൂപത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നുള്ളതാണ് പദ്ധതി. എന്നാൽ ഇതിന്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് ഇപ്പോൾ നിലവിൽ കല്ല് കെട്ടിയിട്ടുള്ളത്. പൂർണ്ണമായ രൂപത്തിലേക്ക് ഇവിടെ കെട്ടിയിട്ടില്ല. അതിനപ്പുറം തന്നെ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇതിന്റെ പുറകിൽ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജിന്റെ കരിങ്കല്ലും അതുപോലെ ഈ മുന്നിൽ ചെറിയ ഗ്രൗണ്ടിന്റെ കയറി വരുന്ന ഭാഗത്ത് പണ്ടുണ്ടായിരുന്ന ഒരു കരിങ്കല്ലും കുറച്ചുണ്ടായിരുന്നു. ആ കരിങ്കല്ലിന്റെ കെട്ടും പൊളിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് പല പ്രവർത്തിയും നടക്കുക എന്നുള്ളത് അല്ലാതെ ഒരു 3-4 ലോഡ് കല്ലുകൾ മാത്രമാണ് ഇവിടെ അടിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി പൂർണ്ണമായിട്ടും അഴിമതി നിറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ നെറ്റ് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ നെറ്റിൽ അത് പൂർണ്ണമായിട്ട് ബോൾ അടിച്ചാൽ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന രൂപത്തിലാണ് ഇത് നെറ്റ് ഇട്ടിട്ടുള്ളത്. പക്ഷേ അതിന്റെ യാതൊരു ഉപകാരം കിട്ടാത്ത രൂപത്തിൽ ഒരാൾ പൊക്കത്തിൽ മാത്രമാണ് ഇപ്പൊ നെറ്റ് ഉള്ളത്. അതിന്റെ റാമ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ പ്രവൃത്തിയിൽ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിലും 14 ലക്ഷത്തോളം രൂപയാണ് പ്രവൃത്തി വന്നിട്ടുള്ളത്. ആ 14 ലക്ഷം രൂപയുടെയും അതിനു മുമ്പുള്ള 8 ലക്ഷം രൂപയുടെയും പ്രവൃത്തി നിലവിൽ ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ബ്ലോക്ക് മെമ്പറായിട്ടുള്ള സജിന അബ്ദുറഹ്മാനും അതുപോലെ ജിനി വർഗീസ് വാർഡ് മെമ്പർ കൽക്കുളം വാർഡ് മെമ്പർ ജിനി വർഗീസിന്റെയും നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവൃത്തിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. മൂത്തേടം ഗ്രാമപഞ്ചായത്താണ് ഇതിന്റെ ഈ ഗ്രൗണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. മൂത്തേടം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പൂർണ്ണമായ ഉത്തരവാദിത്തോടും അവരുടെ അനുമതിയോടും കൂടിയിട്ടാണ് ഈ കടുത്ത അഴിമതി ഈ നാട്ടിൽ ഇപ്പോൾ ഈ കൽക്കുളത്ത് ഇവിടെ ഈ മിനി സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മൂത്തേടം പഞ്ചായത്തിലെയും കൽക്കുളത്തെയും എല്ലാ യുവാക്കളെയും വഞ്ചിക്കുന്ന നിലപാടാണ് ഈ കോൺട്രാക്ടുകാരുടെ നിന്നും അതുപോലെ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കീഴിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ എന്ന രൂപത്തിൽ ഞങ്ങളിവിടെ നടത്തുന്നത്. ഇതിനു മുമ്പും കഴിഞ്ഞ ഫസ്റ്റ് പദ്ധതി നടപ്പാക്കിയപ്പോൾ മൂത്തേടം പഞ്ചായത്തിലേക്ക് വലിയ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇത് പ്രവൃത്തി പുനരാരംഭിക്കുകയും പുതിയ പദ്ധതി ഫണ്ടൊക്കെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പ്രതീക്ഷയുണ്ടായിരുന്നു ഇത് നല്ല രൂപത്തിലേക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറുമെന്നുള്ളത്.
എന്നാൽ അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പോകുന്നത്. ഇനിയും ഈ രൂപത്തിലേക്ക് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 23-ാം തീയതി ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഉദ്ഘാടനം നടക്കുമെന്നുള്ള ഒരു വിവരമൊക്കെ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതിന്റെ പ്രവർത്തിയൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ യാതൊരു മട്ടും ഇല്ല. അപ്പൊ നമ്മൾ ഈ പുറകെ തന്നെ കാണുന്നത് ഇപ്പൊ ഗ്രൗണ്ടിലാണ് ഈ മണ്ണ് കിടക്കുന്നത്. ആ മണ്ണ് കിടക്കുന്നത് ഗ്രൗണ്ടിലാണ്. അത് മാറ്റാൻ പറ്റിയിട്ടില്ല. ഈ നെറ്റ് പൂർണ്ണമായിട്ട് ഇട്ടിട്ടില്ല. ഇതിന്റെ നിരപ്പും മറ്റു കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ടില്ല. ആവശ്യമായ വീതി കണ്ടെത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഗ്രൗണ്ടിന് ഒരു സെവൻസ് എന്ന രൂപത്തിലേക്ക് കളിക്കുന്നതിന് വേണ്ടി ആവശ്യമായ വീതിയോ നീളമോ ഇല്ലാത്ത രൂപത്തിലാണ് ഇതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബാക്കിൽ തന്നെ ചുറ്റുമതിൽ പകുതി, ബാക്കി സൈഡിലൊക്കെ ചുറ്റുമതിൽ പകുതി എന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഡിവൈഎഫ്ഐക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഈ പ്രവൃത്തി നല്ല രൂപത്തിലേക്ക് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാണിച്ച് ഉദ്ഘാടനം ചെയ്തു പോവുകയാണ് എന്ന് അങ്ങനെ രൂപത്തിലാണ് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡിവൈഎഫ് എന്ന രൂപത്തിലേക്ക് കടുത്ത രൂപത്തിലേക്കുള്ള സമരങ്ങളുമായിട്ട് ഈ പ്രദേശത്തെ യുവാക്കളെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മുത്തേടം പഞ്ചായത്തിലെ എല്ലാ യുവാക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മുത്തേടത്തിന്റെ സാഹചര്യം 32-40ഓളം ക്ലബ്ബുകൾ നിലവിൽ ഈ പഞ്ചായത്തിനകത്ത് തന്നെ ഉണ്ട്. ഫുട്ബോൾ മേഖലയെല്ലാം എല്ലാ യുവാക്കളും നല്ല രൂപത്തിലേക്ക് കടന്നു വരുന്ന ഒരു മേഖലയാണ്. ആ ആളുകൾക്കെല്ലാം വളരുന്നതിനും അതുപോലെ അവർക്ക് അവരുടെ ഭാവി നിശ്ചയിക്കുന്നതിനും വേണ്ടിയുള്ള നല്ല രൂപത്തിലേക്കുള്ള പരിശീലനം നടന്നതിന് വേണ്ടിയുള്ള ഗ്രൗണ്ടാണ് മുത്തടം പഞ്ചായത്തിന് ആവശ്യം. അത് നടപ്പാക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത്. ആദ്യഘട്ട പ്രവൃത്തിയിൽ അഴിമതി ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തെ തുടർന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി നടത്തുമെന്ന പഞ്ചായത്തിന്റെ ഉറപ്പ് തെറ്റിച്ച് 14 ലക്ഷം രൂപ അധികം പണം അനുവദിക്കുകയും ആദ്യം അനുവദിച്ച പണത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാതെ വീണ്ടും അഴിമതിക്ക് അവസരമൊരുക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു. അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തിയുടെയും ഗ്രില്ലിന്റെയും പ്രവൃത്തി സമ്പൂർണ്ണമായും പൂർത്തീകരിച്ച് നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ്, മൂത്തേടം മേഖലാ സെക്രട്ടറി വി.വൈ. ജംഷീർ, പ്രസിഡന്റ് ടി.കെ. കബീർ, മേഖലാ ട്രഷറർ ജിനേഷ് കൽക്കുളം, യൂണിറ്റ് സെക്രട്ടറി അഭിനന്ദൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മൂത്തേടം. Teddy Baby Diaper and Pants, #1 Indian baby diaper brand.